ഭൂപ്രശ്നങ്ങൾ ഇന്ന് പല ജില്ലകളിലും നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം. കർഷകർക്ക് ഉപാധിരഹിത പട്ടയമാണ് നൽകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇൻഫാം രജത ജൂബിലി സമാപനാഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.ഡി. സതീശൻ. കാർഷിക മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ചെറുകിട കാർഷിക മേഖല മുതൽ തോട്ടം മേഖല വരെ ഇത് നീളുന്നു. ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പാലുൽപാദനങ്ങളുടെ വില വർദ്ധിപ്പിച്ച ക്ഷീരകർഷകരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകിട കർഷകരെയും കർഷക കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ച കാർഷിക രംഗത്ത് വിപ്ലവം തീർത്ത ഇൻഫാം കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇൻഫാം വളർന്നു. കർഷകർക്ക് ഉപാധിരഹിതമായ പട്ടയം കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിനനുസരിച്ച് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവ് പ്ലസ് 50% ആണ് താങ്ങുവിലയായി നിശ്ചയിക്കുന്നത്. എത്ര ഉൽപാദന ചെലവാകും അതിന്റെ 50% കൂടി കൂട്ടിയിട്ടാണ് ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ തറവിലയും താങ്ങുവിലയും നിശ്ചയിക്കേണ്ടത്. ആ സ്ഥിതിയിലേക്ക് കർഷകർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും റബ്ബർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും നമുക്കുണ്ടാകും. കർഷക മഹാറാലിയിൽ നിരവധി കർഷകർ അണിനിരന്നു. കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, ദേശീയ സെക്രട്ടറി മാത്യു മാംപറമ്പിൽ, കാഞ്ഞിരപ്പള്ളി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു, ജോർജ് പൊട്ടയ്ക്കൽ, ജോയ് വെട്ടിക്കുഴി എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.